ക്യാപ്ഷനിലും തമ്പനയിലും കണ്ട പോലെ തന്നെ കേട്ട് കഴിഞ്ഞാൽ പേടിയാണ്. അതായത് വേറൊന്നുമല്ല, ചൊറിയുമെന്നുള്ള പേടി തന്നെ എല്ലാവർക്കും പ്രശ്നം. കേട്ട് കഴിഞ്ഞാൽ പേടി, പക്ഷേ തൊട്ടാൽ ചൊറിയും, കഴിച്ചാൽ ചൊറിയത്തില്ല. കർക്കിടക മാസത്തിനകത്തെ ഇന്നത്തെ സ്പെഷ്യലായിട്ട് കാണിക്കുന്നത് ചൊറിയണം എങ്ങനെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തോരൻ വെക്കാമെന്നുള്ള റെസിപ്പിയാണ്. പണ്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇനിയിപ്പോൾ അറിയാത്തവരാണ് നല്ലൊരു ശതമാനം പേരും. ചൊറിയണത്തെ കാണുമ്പോഴേ പേടി. നോർമലി നമുക്ക് എല്ലാവർക്കും ശരിയാണ്, തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൊറിയണം ശരീരത്തിന് നല്ല രീതിയിൽ നമുക്ക് ചൊറിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചൊറിയണം കൊണ്ട് തോരൻ കൂടെ ഉണ്ടായി കഴിക്കാമെന്ന് കൂടെ കേൾക്കാൻ നേരത്തെ കാണുന്നത് എല്ലാവർക്കും പെട്ടെന്നൊരു പേടിയാണ്. പക്ഷേ എന്നുണ്ടെങ്കിൽ ചൊറിയണത്തിൻ്റെ ഔഷധ ഗുണങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. കർക്കിടക മാസത്തിനകത്ത് പ്രത്യേകിച്ച് മഴക്കാലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ചൊറിയണം ഉണ്ടാകുന്നത്. ആദ്യമേ പറയട്ടെ, എല്ലാവരും വീഡിയോ വളരെ ക്ഷമയോടുകൂടി കാണണം. കാരണം കുറച്ച് ലെങ്തിയാണ് വീഡിയോ. വേറൊന്നുമല്ല, ചൊറിയണത്തിൻ്റെ ഔഷധ ഗുണങ്ങളെയും അതുകൊണ്ട് തന്നെ പാചക രീതിയും കൂടെ പറയുന്നുണ്ട്. നമുക്ക് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കാൻ നേരത്ത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും ചെയ്യുന്നത്. എല്ലാവരും ക്ഷമയോടുകൂടി വീഡിയോ കണ്ടിരിക്കണമെന്ന് ആദ്യമേ തന്നെ പറയുന്നു. എന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചൊറിയണം നിങ്ങൾ എന്തിനു വേണ്ടി കഴിക്കണം, എന്തൊക്കെയാണ് ചൊറിയണത്തിൻ്റെ മെഡിസിനൽ എഫക്റ്റ് എന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നത്തുള്ളൂ. ഇത് പൊതുവേ കാണുന്ന മതിലാണ് കാണുന്നത്. ഞാൻ നല്ല സാധാരണ എല്ലാ ഇലക്കറിയും കണക്കിലും നല്ല അയൺ കണ്ടൻറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തണ്ടിനൊക്കെ ഒരു ചുമന്ന കളറും നമുക്ക് കാണാൻ പറ്റും. പക്ഷേ നമ്മൾ തോരൻ വെക്കാൻ എടുക്കുന്ന ഇതിൻ്റെ ഈ നാമ്പും അതുകണക്ക് തന്നെ മറ്റുള്ള ഇലകളും മാത്രം കട്ട് ചെയ്തെടുക്കത്തുള്ളൂ. പൊതുവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിലോ എവിടെയെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ ചൊറിയും. കയ്യിൽ വെളിച്ചെണ്ണ എന്തെങ്കിലും തേച്ചുകൊണ്ട് ശേഷം മാത്രമേ നമ്മൾ ചൊറിയണത്തിൽ ഇങ്ങനെ പിടിക്കാറുള്ളൂ. ഞാൻ പിടിച്ചിരിക്കുന്ന നമുക്ക് അല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കയ്യോ കാലോ എവിടെ തൊട്ട് കഴിഞ്ഞാലും തൊടുന്നതോ എല്ലാം ചൊറിയുന്നുള്ള സംശയമില്ല. ഈ കർക്കിടക മാസത്തിനകത്ത് ചേനത്തണ്ട് കൊണ്ട് തോരൻ വെക്കുന്ന റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും കാണാത്തതുണ്ടെന്നുണ്ടെങ്കിൽ ചേനത്തണ്ട തോരൻ കാണുക. അതുപോലെ തന്നെ ചേനയില പത്തിലക്കറിക്കാതെ നമ്മൾ പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. ധാതുക്കളുടെ വലിയൊരു കലവറയാണ് ചൊറിയണം എന്ന് പറയുന്നത്. പൊട്ടാസ്യം, അയണ്, ഫോസ്ഫറസ്, വൈറ്റമിൻ സി, വൈറ്റമിൻ എ, ഇത് കണക്ക് നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പല സാധനങ്ങളും പ്രൊവൈഡ് ചെയ്യാനുള്ള കഴിവ് ചൊറിയണത്തിനുണ്ട്. ശരീരത്തിനുണ്ടാകുന്ന വാദത്തെ ശമിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ കഴിവുള്ള ഒന്നാണ് ചൊറിയണം എന്ന് പറയുന്നത്. രക്തശുദ്ധി ചെയ്യാനായിട്ട് ചൊറിയണത്തിൻ്റെ കഴിവ് അപാരമാണ്. അനീമിയ, ആ പേഷ്യൻസിന് ചൊറിയണം കൊണ്ടുള്ള നമ്മൾ തോരന്, അതിനൊക്കെ ചൊറിയണം കറി, അല്ലെങ്കിൽ ചൊറിയണം തിളപ്പിച്ചിട്ട് വെള്ളം ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ രോഗം നമുക്ക് നല്ലൊരു ശതമാനത്തിലും ക്യൂർ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന് വീക്കമുള്ളവർക്ക്, പിന്നെ സ്ത്രീകളിലുണ്ടാകുന്ന മാസം മുറയിലെ തകരാറുകൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ബ്ലീഡിങ്, അതുകണക്ക് തന്നെ വയറുവേദന, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഏറ്റവും വലിയ പരിഹാരമാണ് ചൊറിയണം എന്ന് പറയുന്നത്. പാൻക്രിയാസിൻ്റെ പ്രവർത്തനത്തെ ഏറ്റവും നല്ല രീതിയിൽ ഏകീകരിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന കഴിവുള്ളതുകൊണ്ട് തന്നെ രക്തത്തിനകത്ത് ഗ്ലൂക്കോസിൻ്റെ അളവ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് ചൊറിയണത്തിന് വല്ലാത്തൊരു പവർ തന്നെയാണ് ഉള്ളത്. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ദഹന പ്രക്രിയ, ശരീരത്തിന് പൊതുവെ വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവർക്ക് ചൊറിയണം കറി, അതിനൊക്കെ തന്നെ ചൊറിയണം തോരനെ കഴിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അത് ക്യൂർ ചെയ്യാൻ പറ്റുന്നതാണ്. മാത്രമല്ല ശരീരത്തിൻ്റെ കൊഴുപ്പ്, നമുക്കൊക്കെ എല്ലാവർക്കും ഉള്ള വലിയ പ്രശ്നമാണ് ശരീരത്തിനകത്തുള്ള ട്രാൻസ്ഫാറ്റ്. ഈ കൊഴുപ്പിനെ എരിച്ച് കളയാനുള്ള പവറും ഉണ്ട് ചൊറിയണത്തിന്. ഇതൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത്രയും മെഡിസിനിലെ പറ്റിയുള്ളൊരു സാധനമാണ് ഈ ചൊറിയണം എന്ന് പറയുന്നത്. രക്തശുദ്ധീകരണം ചെയ്യുന്നതിലൂടെ ശരീരത്തിനുണ്ടാകുന്ന പലതരത്തിലുള്ള അണുബാധ, അതുപോലെ തന്നെ അലർജികൾ, ഇതെല്ലാം ഇല്ലാതാക്കാനുള്ള പവർ ചൊറിയണത്തിനുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ തന്നെ ശ്വാസസംബന്ധമായ അസുഖങ്ങളുള്ളവർ, ആസ്മയുടെ പ്രശ്നമുള്ളവർ, അവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് കഴിക്കുന്നതിലൂടെ തന്നെ നല്ലൊരു റിലാക്സേഷൻ ഉണ്ടാവും. അത് യാതൊരു ഡൗട്ടും ഉള്ള കാര്യമല്ല. ഇതൊന്നും എൻ്റെ അനുഭവമല്ല, ഞാൻ പറയുന്ന കാര്യമല്ല. ഇതൊക്കെ അറിവുള്ള വൈദ്യന്മാരും അതുപോലെ തന്നെ മറ്റുള്ള ഡോക്ടേഴ്സും പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിയാവുന്ന വൈദ്യന്മാരോ ഡോക്ടേഴ്സോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് തീർച്ചയായിട്ടും അവരുടെ അഭിപ്രായം തിരക്കിന് ശേഷം നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഈ ചൊറിയണം ഇതുപോലെ തന്നെ തോരൻ വെക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭക്ഷണത്തിനകത്ത് ഉപയോഗിക്കാം. കർക്കിടക മാസമാണ് ചൊറിയണം ഉപയോഗിക്കാനായിട്ട് വിധിച്ചിരിക്കുന്ന സമയം എന്ന് പറയുന്നത്. പൊതുവേ എന്നുകൊണ്ട് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് തലയ്ക്ക് മൈഗ്രെയിൻ്റെ പ്രശ്നം, അതുപോലെ തന്നെ രാത്രികാലങ്ങളുള്ള ഉറക്കക്കുറവ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കും ഏറ്റവും നല്ലതാണ് ചൊറിയണം. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക, ചൊറിയണത്തിന് എത്രയും മാത്രം മെഡിസിനൽ എഫക്റ്റാണ് ഉള്ളതെന്ന്. ഇത്രയും നല്ലൊരു ചൊറിയണമാണ് നമ്മൾ പലപ്പോഴും നമ്മൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിന് വഴിക്കോട്ടേ പോകത്തില്ല. കാരണം പൊതുവേ നമ്മൾ നടക്കാൻ നേരത്ത് കാലിലെല്ലാം തൊട്ട് കഴിഞ്ഞ് ചൊറിയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് നിധി കാക്കുന്നൊരു ഭൂതം എന്ന് പറഞ്ഞ കണക്ക് അതിനെ ചുറ്റിയുള്ള ആ ഒരു കവറിങ്, അതിൻ്റെ വേരിലും തണ്ടിലും എല്ലാം അടങ്ങിയിരിക്കുന്ന ട്രൈക്കോമാണ് പൊതുവെ അതിന് ചൊറിച്ചിലുണ്ടാക്കുന്നത്. ഇത് വേവിച്ച് കഴിക്കാൻ നേരത്തേക്ക് യാതൊരു തരത്തിലുള്ള ചൊറിച്ചിലും നമ്മൾ ഈ പറഞ്ഞ കണക്ക് തന്നെ ഭക്ഷണം ആക്കി നമ്മൾ കഴിക്കുമ്പോൾ ഉണ്ടാകത്തില്ല. ശരീരത്തിനുള്ളിൽ പോലും ഉണ്ടാകത്തില്ല, കഴിക്കാൻ നേരത്തും ഉണ്ടാകത്തില്ല. എങ്ങനെ നമുക്ക് ചൊറിയണം വളരെ പെർഫെക്റ്റായിട്ട് തോരൻ വെക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ശരീരത്തിനകത്ത് ഗുണകരമാക്കുന്ന രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ റെസിപ്പി കാണിക്കുന്നത്. സോ ഗൈസ്, ഇറ്റ് മീൻസ് ശ്രീ വെൽക്കം ടു മൈ ചാനൽ വില്ലേജ് കറീസ്. എങ്ങനെയാണ് ചൊറിയണം പെർഫെക്റ്റായിട്ട് തോരൻ നമുക്ക് എടുക്കാൻ പറ്റും, ചൊറിയണം എങ്ങനെ പറിക്കാം, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിന് പ്രൊസീജിയേഴ്സ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അല്ലെന്നുണ്ടെങ്കിൽ ഓടിച്ചു വിടാതെയോ കറക്റ്റായിട്ട് ഫുള്ള് കാണുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് കറക്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിലേക്ക് പോകാം.
തോരൻ വെക്കാനുള്ള ചൊറിയണം തപ്പി നമ്മൾ ഈ സമയത്ത് എങ്ങും അധികം വരേണ്ട ആവശ്യം വരത്തില്ല. പലപ്പോഴും നിങ്ങളുടെ വീടുകളിൽ തന്നെ കാണും. ഷീറ്റിൻ്റെ മുകളിലോ അല്ലെന്നുണ്ടെങ്കിൽ വാർത്ത കെട്ടിടങ്ങളിനകത്ത് കരിയില കൂടി കിടക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സൈഡിലെല്ലാം പേടിക്കേണ്ട. ഈ സമയത്ത് മഴക്കാലത്ത് ശരിക്കും ചൊറിയണം ഉണ്ടാവും. അപ്പോൾ നമ്മൾ കർക്കിടക മാസം ഏറ്റവും കൂടുതൽ ചൊറിയണം എടുക്കുന്നതിനുള്ള കാരണവും ഈ പറഞ്ഞ കണക്കാണ്. ഇത് ഏറ്റവും കൂടുതൽ കിളുത്ത് വരുന്നത് മഴയത്താണ്. ഇപ്പോൾ കണ്ടല്ലോ അല്ലേ, ഇപ്പോഴൊക്കെ നിൽക്കുന്നുണ്ട്, എന്തോരം ഉണ്ടെന്ന് നോക്കി. ഇപ്പോൾ ഇതിൻ്റെ നമ്മൾ എടുക്കുന്നത് ഈ ഇല മാത്രമേ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. കാരണം ഇതിവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെയും നമുക്കിതിനകത്ത് നിന്ന് ഇതെടുക്കാൻ പറ്റുമല്ല. മൊത്തമായിട്ട് ചുവട് വെറുതെ ഞാൻ പറിച്ച് കളയുന്നില്ല. ഇല കത്രിക കൊണ്ട് എന്തെങ്കിലും കട്ടിയെടുക്കും. പിന്നെ ഈ നാമ്പുണ്ടല്ലോ, ഈ നാമ്പ് നമുക്ക് തോരൻ വെക്കാനായിട്ട് എടുക്കാൻ പറ്റും. ചൊറിയത്തില്ല അധികം. ഇതിനകത്ത് ചൊറിയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ വേരിലും തണ്ടിലും അടങ്ങിയിട്ടുള്ള ട്രൈക്കോം എന്ന് പറഞ്ഞൊരു രാസപദാർത്ഥമുണ്ട്. അതാണ് പൊതുവേ നമുക്ക് ശരീരത്തിന് തൊടുമ്പോൾ ചൊറിച്ചിലുണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ ചൊറിയണം തോരൻ വെക്കുകയും മറ്റും ചെയ്യാൻ നേരത്ത് അല്ലെന്നുണ്ടെങ്കിൽ ചൊറിയണം എടുക്കേണ്ട സാഹചര്യം വരുമ്പോഴത്തേക്ക് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം മാത്രം ഇതെടുക്കാനും കണക്ക് തന്നെ ഇതെടുത്ത് അരിയാനും മറ്റും ചെയ്യുക. പൊതുവേ ചൊറിയണത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വേവിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കണക്കാണ് നമുക്കിത് പിന്നെ ചൊറിയില്ല. എല്ലാവർക്കും പേടി, ചൊറിയണം തോരന് കേൾക്കുമ്പോഴുള്ള പേടി ഉണ്ടാകുന്നത് ചൊറിയുക എന്നുള്ള സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ ഈ സാധനം കഴിച്ചു കഴിഞ്ഞാൽ വയറിനോ അത് കണക്ക് തന്നെ വായിക്കോ കൈക്കോ ചൊറിച്ചിലുണ്ടാകും. അങ്ങനെ പേടിക്കുകയും വേണ്ട, അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടാകത്തില്ല. ഇപ്പോൾ ഇതുപോലെ കത്രിക എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇല മാത്രം കട്ട് ചെയ്ത് വിടുക. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ പുറത്തിറങ്ങി തപ്പുന്നതിന് മുമ്പ് വീടിൻ്റെ മേളോ മറ്റുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നോക്കുക, മഴക്കാലത്ത് ശരിക്കും ഉണ്ടായി വരും. എത്ര പറഞ്ഞാലും തീരത്തില്ല ചൊറിയണത്തിൻ്റെ ഔഷധ ഗുണങ്ങൾ. ഇപ്പോൾ ഇവിടെ പറിച്ച് വെച്ചിരിക്കുന്ന ചൊറിയണത്തിൻ്റെ ഇലയുണ്ട്. ഇനി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. കാരണം കർക്കിടക മാസം മഴക്കാലമൊക്കെ അല്ലേ, എല്ലാം നിറയും പുഴുവും പ്രാണിയും. പിന്നെ അതിനൊക്കെ മഴ പെയ്യുമ്പോഴത്തേക്കും മേലോട്ട് മണ്ണ് തെറിച്ചുകൊണ്ട് അഴുക്കുമായിരിക്കും. നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ഇലയും നോക്കി വേണം വൃത്തിയാക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇലകളൊക്കെ വൃത്തിയാക്കി എടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണെന്ന് നോക്കി. ചിലന്തി വരെ അങ്ങനെ ഒന്നും തന്നെ ഇല്ലാതെ നോക്കണം. ചിലപ്പോൾ ഇതണക്കൊക്കെ ഉള്ള ഇങ്ങനെ ചുരുണ്ട ഇലകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അകത്തൊക്കെ ചിലന്തി ഇതണക്ക് തന്നെ കൂട് കെട്ടിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം കളഞ്ഞിട്ട് നല്ല ഇലകൾ മാത്രം നോക്കിയെടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഇത് മുഴുവൻ വൃത്തിയാക്കി വയ്ക്കുക. എന്നിട്ട് വേണം ഇത് ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാൻ. അതിനു മുമ്പ് ഇതിനകത്ത് അതായത് ഞാൻ പറഞ്ഞായിരുന്നു, ഇതിൻ്റെ തണ്ടിലും ഇലകളിലും കാണുന്ന ട്രൈക്കോം എന്ന് പറഞ്ഞ ഒരു രാസപദാർത്ഥമാണ് ഈ ചൊറിച്ചിലുണ്ടാക്കുക. നമുക്കിതൊന്ന് കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏകദേശം നല്ലൊരു ശതമാനം പോയി കിട്ടും. അങ്ങനെ ചൊറിയില്ല. അപ്പോൾ അരിയാൻ നേരത്തും പ്രശ്നം ഉണ്ടാവില്ല. ഇത് ഉള്ളിൽ ചെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, നേരിട്ട് എടുക്കാൻ പറ്റും. പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതണക്ക് തന്നെ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പേടി ഉണ്ടാകുകയെന്നുണ്ടെങ്കിൽ ഗർഭിണികൾ മാത്രം ഇത് കഴിക്കുന്നത് ഒഴിവാക്കുക. ബാക്കി എല്ലാവർക്കും കഴിക്കാൻ പറ്റും. ഇപ്പോൾ ഈ ചൊറിയണത്തിൻ്റെ ഇലയെല്ലാം തന്നെ ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളത്തിലിട്ട് ആദ്യം നമുക്കൊന്ന് കഴുകിയെടുത്തിനകത്ത് അഴുക്ക് കളയണം. അതിന് ശേഷം വേണം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെക്കാനായിട്ട്. ചെറു ചൂടുവെള്ളം ഒഴിച്ച് വെക്കത്തുള്ളൂ. ഒരു 10-15 മിനിറ്റ് വരെ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ഈ തണ്ട്, ഇത് ശരീരത്തിന് നല്ലതാണ്, ചൊറിയില്ല. പക്ഷേ എങ്കിലും ഇത് കണക്ക് തന്നെ പേടിയുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വേണ്ടി കാണിച്ചു തരുന്നതാണ് അങ്ങനെ. അപ്പോൾ നമ്മൾ ചൊറിയണം ഒന്ന് കഴുകുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് കയ്യിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് നല്ലപോലെ കയ്യിലതങ്ങ് തേച്ച് കൊടുക്കണം. എന്നിട്ട് ഈ കൈ കൊണ്ട് വേണം ചൊറിയണം വെള്ളത്തിൽ കഴുകിയെടുക്കാനും അത് കണക്ക് തന്നെ അത് നല്ലപോലെ അരിഞ്ഞെടുക്കാനും. ഇനി ഇത് വെള്ളത്തിൽ മുക്കി നല്ലപോലെ എടുക്കണം കഴുകിയിട്ട്. ഇതിനകത്തുള്ള പ്രാണികൾ, അഴുക്കുകൾ, മണ്ണെല്ലാം ഞാൻ ഓൾമോസ്റ്റ് തട്ടി മാറ്റിയിട്ടുണ്ട്. എങ്കിലും ബാക്കിയുള്ളതും കൂടെ കഴുകിയെടുക്കാനായിട്ട് ഓരോ ഇലകളും എടുത്ത് ഇങ്ങനെ തമ്മി തിരിഞ്ഞ് ഒന്ന് കഴുകിയെടുത്താൽ മതിയാവും. വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. ഇത് തൽക്കാലത്തൊക്കെ ഒന്ന് മുങ്ങുന്ന രീതിയിൽ ഈ വെള്ളം ഒഴിച്ചൊരു 10 മിനിറ്റ് ഇതൊന്ന് വെക്കണം. ഇതിനകത്ത് ചൊറിയണത്തിൻ്റെ ഇല എല്ലാം ഓൾമോസ്റ്റ് നന്നായിട്ട് മുങ്ങിക്കിടക്കണം. അപ്പോൾ ശ്രദ്ധിച്ചോളൂ. വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് തിരിച്ചും മറിച്ചൊന്ന് ഇട്ട് കൊടുക്കുക. കയ്യിൽ വെളിച്ചെണ്ണ ഉണ്ടെന്ന് ഉറപ്പിച്ചിട്ട് മാത്രമേ നേരിട്ട് ഇങ്ങനെ ചെയ്യാവുള്ളൂ. ചൊറിയണ നന്നായിട്ട് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ. അതായത് അതിൻ്റെ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് ഞെക്കി കഴിഞ്ഞാൽ അങ്ങ് പിഴിഞ്ഞ് മാറ്റാൻ പറ്റും. എന്നിട്ട് വേണം നമുക്കിത് ചെറുതായിട്ട് അരിയണം.
എത്രമാത്രം ചെറുതായിട്ട് അരിയാൻ പറ്റും അത്രയും മാത്രം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇതുപോലെ തന്നെ. ഇങ്ങനെ നമ്മൾ ചൊറിയണ ഈ തോരൻ വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ഏത് ഇലക്കറി ചോറിനേക്കാളും കൂടുതൽ ടേസ്റ്റുള്ള ഒന്ന് തന്നെയാണ്. മാത്രമല്ല ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ധാതുലവണങ്ങളുടെയും വലിയൊരു കലവറ തന്നെയാണ് സത്യത്തിൽ ഈ ചൊറിയണം എന്ന് പറയുന്നത്. ഇതിപ്പോൾ മൊത്തം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചൊറിയണമാണ് കാണുന്നത്. നമുക്ക് തോരൻ വെക്കണം. ഇനി തോരൻ വെക്കുന്നത് വളരെ എളുപ്പമാണ്. ആകെ നമുക്ക് സമയം എടുക്കുന്നതെന്ന് പറയാനായിട്ട് ഇതൊന്ന് വൃത്തിയാക്കിയെടുത്ത് ആ വെള്ളത്തിൽ ചൂടാക്കി വെച്ച് ഇതൊന്ന് അരിഞ്ഞെടുക്കുന്ന സമയമുള്ളൂ. അതിൻ്റെ പാതി സമയം പോലും വേണം തോരൻ വെക്കാനായിട്ട്. തോരൻ വെക്കുന്ന എങ്ങനെയാണെന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ നമുക്ക് തോരൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഒരു പാൻ ചൂടായതിലേക്ക് അത്യാവശ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പൊട്ടിക്കാനുള്ള കടുക് ചേർക്കുക. ഒന്ന് പൊട്ടി വരട്ടെ കടുക്. അപ്പോൾ അങ്ങനെ പൊട്ടിയിട്ടുണ്ട് കടുക്. അതിലേക്ക് കുറച്ച് ഏറെ ഉഴുന്ന് പരിപ്പ്. ഇതൊന്നും തന്നെ എണ്ണ കിടന്ന് കരിഞ്ഞു പോകാൻ പാടില്ല. ഒരു 3-4 വറ്റൽമുളക് ഇത് ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. സാറ് നമ്മൾ ചേർക്കുന്നതാണ്, എന്നാലും ഒരു പ്രത്യേക ടേസ്റ്റാണ്, എടുത്ത് പറയുവാണ്. പിന്നെ 2 തണ്ടോളം കറിവേപ്പില. ഇനിയിപ്പോൾ ഗ്യാസ് ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് വെക്കണം. എന്നിട്ട് വേണം ചൊറിയണം ചേർത്ത് വെക്കാൻ. കാരണം ഇത് വെള്ളത്തിൽ നിന്ന് നമ്മൾ പിഴിഞ്ഞെടുത്തിരിക്കുന്നതാണ് വെള്ളം. അതായത് പെട്ടെന്ന് തന്നെ വെള്ളം ഇറങ്ങും. അപ്പോൾ വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ വേഗം താമസമാണ്. ഇത്ര ഉണ്ടെന്ന് കാണണ്ട. എണ്ണയ്ക്കകത്തോട്ടൊക്കെ ഇപ്പോഴത്തേക്കും കൂടി വാടി കഴിയുമ്പോഴത്തേക്കും ഈ പാനിൻ്റെ ചുവട്ട് വരെ കാണത്തുള്ളൂ. വളരെ കുറച്ചേ ഉണ്ടാവും. നന്നായിട്ടൊന്ന് എണ്ണ വഴന്നെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് ഇത് കഴിക്കുമ്പോഴത്തേക്ക് ചൊറിയത്തില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കും. അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ മാത്രമേ ചേർക്കാനും പാടുള്ളൂ. ഇതിലേക്ക് അത്യാവശ്യമുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ബാക്കി ഉപ്പ് നമ്മൾ തേങ്ങാരപ്പ് ചേർത്തതിന് ശേഷം ചേർത്താൽ മതി. നന്നായിട്ടൊന്ന് എല്ലായിടവും മിക്സാകുന്ന വിധത്തിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇത് കണ്ടില്ല, ഇതിലേക്ക് ആവി കയറുന്നതനുസരിച്ച് ഇത് ഭംഗി ഇപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് എണ്ണയിലൊരു 5 മിനിറ്റോളം ഇരുന്നൊന്ന് വഴന്ന് വരണം. അപ്പോഴത്തേക്ക് ഇത് കുറച്ചും കൂടെ വന്ന് ചട്ടിയുടെ ഏകദേശം നമ്മുടെ ഒരു ബേസ് പരുവത്തിലേക്കാവും. ആ സമയത്ത് വേണം തേങ്ങാരപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. 5 മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ലാസ്റ്റ് ആകുമ്പോൾ മാത്രമേ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലേക്കാക്കും. തോരന് വേണ്ടിയുള്ള തേങ്ങാരപ്പ് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു 8-10 അല്ലിയോളം ചെറിയുള്ളി, അതുപോലെ തന്നെ ഒരു 8-10 അല്ലിയോളം വെളുത്തുള്ളി, കുറച്ച് കാന്താരിമുളക് ഇല്ലെന്നുണ്ടെങ്കിൽ പച്ചമുളക് എടുക്കാം. ഇതിലൊക്കെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ജീരകം ചേർക്കുന്ന ഗ്യാസിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ പൊതുവെ എല്ലാ ഇലക്കറികൾക്കും ഗ്യാസിൻ്റെ ഒരു പ്രശ്നമുണ്ട് നമ്മൾ കഴിച്ച് കഴിയുമ്പോൾ. അപ്പോൾ അത് മാറാൻ വേണ്ടിയാണ് ജീരകം ചേർക്കുന്നത്. ഒരു നുള്ളി ജീരകം തന്നെ ധാരാളമാണ്. ഇതിപ്പോൾ തേങ്ങ അരച്ചതാണ് കാണുന്നത്. ഈ ഒരു പരുവത്തിന് തേങ്ങ അരഞ്ഞ് വരാൻ പാടുള്ളൂ. ഇതിപ്പോൾ എണ്ണയിൽ കിടന്ന് വെന്ത് വഴന്ന് വറ്റി ഈ ഒരു പരുവത്തിലേക്ക് വേണം തേങ്ങാരപ്പ് ചേർത്ത് കൊടുക്കാൻ. ഈ തേങ്ങാരപ്പ് കട്ട പിടിക്കാതെ ഇതിലേക്ക് നല്ലപോലെ ചേർത്ത് കൊടുക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇല വെന്തിട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് കുഴഞ്ഞായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കുക. അപ്പോൾ കട്ട പിടിക്കാത്ത പരുവത്തിനകത്ത് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇതിലേക്ക് നല്ലപോലെ. ഞാൻ ആദ്യം അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ എന്തോരം ചൊറിയണത്തിൻ്റെ ഇല കിട്ടുന്ന ഇതിനൊക്കെ ഇതിൻ്റെ ഇല മാത്രമല്ല, ചൊറിയണത്തിൻ്റെ ഇല മാത്രമല്ല, പൊതുവേ എല്ലാ ഇലക്കറികളുടെ സ്വഭാവം അങ്ങനെയാണ്. നമ്മളത് എണ്ണയിലിട്ട് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് ആവി കയറിയാൽ തന്നെ അതിനകത്ത് ആ വെള്ളം, അതായത് വലിയുന്ന പരുവത്തിൽ നന്നായിട്ട് അങ്ങ് വറ്റി കുഴഞ്ഞു വരും. ഇച്ചിരി ഉണ്ടാകത്തുള്ളൂ. നമുക്ക് കാണുന്നതിൻ്റെ 1/4 ഭാഗം പോലും കാണത്തില്ല. ഇനി ഇത് ഇങ്ങനെ തന്നെ ഒരു 3 മിനിറ്റോളം നമുക്കിതിനകത്ത് അരപ്പ് പിടിക്കാനൊന്ന് അടച്ചു വെക്കണം. എങ്കിലേ അരപ്പ് പിടിക്കത്തുള്ളൂ. ഈ സമയത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അതായത് ഉപ്പ് കുറച്ചും കൂടെ ചേർക്കണോ വേണ്ടോ എന്നുള്ള കാര്യം. ഇതിലൊക്കെ അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ് ഞാൻ. ഇപ്പം 3 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം. ചൊറിയണ തോരൻ റെഡി ആയിട്ടുണ്ട്.
ഇത് നിങ്ങൾ കഴിച്ച് നോക്കുക. കഴിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള ശരീരത്തിന് മറ്റുള്ള ഒരു തരത്തിലുള്ള ചൊറിച്ചിലോ നിങ്ങൾ ഉദ്ദേശിച്ച അങ്ങനെയുള്ള പേടിക്കുന്ന രീതിയിലുള്ള കുഴപ്പങ്ങളോ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇത് ചൊറിയുവോ ഇന്ന കൊടുക്കാം. ഞാനിത് പറഞ്ഞായിരുന്നു ഗർഭിണികളൊഴികെ ബാക്കി എല്ലാവർക്കും കഴിക്കാം. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഞാൻ പറഞ്ഞ എന്തൊക്കെയാണ് നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു എന്തൊക്കെയാണ് ചൊറിയണത്തിൻ്റെ ഔഷധ ഗുണങ്ങൾ, ശരീരത്തിൽ ഏതൊക്കെ തരത്തിലാണ് അത് ഫലം ചെയ്യുന്നുള്ള കാര്യം. അപ്പോൾ ഇതുപോലുള്ള പരമ്പരാഗതമായിട്ടുള്ള റെസിപ്പികൾക്കും നല്ല നല്ല വീഡിയോസിനായിട്ട് വില്ലേജ് കറി എന്നുള്ള ചാനൽ നിങ്ങളിപ്പോൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല വീഡിയോസിനും മറ്റുമായിട്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന ചില ആൾക്കാർ വന്ന് പറയുന്നുണ്ട് അതുപോലെ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ലെന്ന്. ഞാൻ പലതവണയും പറഞ്ഞായിരുന്നു, ഫുള്ളായിട്ട് കേൾക്കാത്തതുകൊണ്ടാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർ അതിനോട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ മാത്രം പോരാ, അവിടെ ഓൾ എന്ന ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നേരം നിങ്ങൾക്ക് ഫുൾ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മെയിലിലോട്ടേക്കോ മറ്റോ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. എങ്കിൽ മാത്രമേ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒപ്പം തന്നെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ ബട്ടൺ പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളുമായിട്ട് നമ്മുടെ കമൻറ്റിൽ വന്ന് കമൻറ്റ് പറയുക. സോ പുതിയൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. തൽക്കാലമായിട്ട് ഗുഡ് ബൈ.